നീ വണ്ടി എടുക്കടാ, മോള് വയ്ക്കോ, സൂക്ഷിച്ചു പോ മോളെ. കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ ഫൈറ്റ് സീൻ മുഴുവൻ കാണാൻ പറ്റുമായിരുന്നു. ഞാൻ എപ്പോഴും ലേറ്റാ. പെങ്ങന്മാരടുത്ത് സ്നേഹം കാണിക്കുന്നതെന്ന് പറഞ്ഞ് നീ കാണിക്കുന്നതൊക്കെ കണ്ട പേടിയാവോ? അവനൊന്നും പറ്റത്തില്ല മോളെ. വെയിലത്ത് ചൂടെടുത്ത് എന്റെ കണ്ണും അല്ലാതായി. പോയി വെള്ളം എടുത്തുണ്ടോ? ഇങ്ങോട്ട് നോക്കടാ, ഞാൻ നിനക്കൊരു സ്വന്തവും ഇല്ല, ബന്ധവും ഇല്ല. വെറുതെ അമ്മാവാന്നുള്ള വിളി കേൾക്കാൻ വേണ്ടി വെള്ളം കുടിക്കാൻ ചോദിച്ചാൽ മോരാടാ തരുന്നേ. അങ്ങനെയുള്ളപ്പോ നിന്റെ സഹോദരിമാർക്ക് നീ ഒരേ ഒരു ഏട്ടനാ. അങ്ങനെയുള്ള നിന്നോട് അവർക്ക് എന്തുമാത്രം സ്നേഹം ഉണ്ടാവും അറിയാമോ? അതിനിപ്പോ എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിക്കരുതെന്ന് കരുതിയാടാ നീ കഥവും പൂട്ടി പോയപ്പോ നിന്റെ ദേഷ്യത്തിന് ആരെങ്കിലും ബലിയാവൂന്ന് കരുതി പേടിച്ചാടാ അവരെന്നെ വിളിച്ചു പറഞ്ഞത്. ഏട്ടനെ വഴക്കു പറയാതെ അമ്മാവാ. ആ പിന്നെ അവന് ഉമ്മ കൊടുക്കാൻ ഞാൻ. അവൻ ചൊരയ്ക്കാൻ വെട്ടാനൊന്നും അല്ല പോയത്, അവനാ ലോറി ശ്രീനിവാസനെ വെട്ടാൻ പോയതാ. അല്ലാതെ പിന്നെ ഏട്ടനൊന്നും പറ്റിയില്ലല്ലോ. ദാ കുടിക്കടാ. കൊണ്ടുവന്നത് നിങ്ങൾക്കല്ലേ? എടാ നിന്റെ സഹോദരിമാർക്ക് നിന്നെ സ്നേഹിക്കാൻ പാടുള്ളോ? ഈ വയസ്സായ അമ്മാവനെ സ്നേഹിക്കാൻ പാടില്ലേ? കുടിക്കടാ. എനിക്ക് വേണ്ട, ഞാൻ ഇതുവരെ കുളിച്ചിട്ടില്ല. ആ ഗുണ്ടകളെല്ലാം അടിച്ച് തൊഴിച്ച് കെട്ടിയിട്ടപ്പോഴേ നിന്റെ ശരീരത്തുണ്ടായിരുന്ന അശുദ്ധം എല്ലാം പോയടാ. കുടിക്കടാ, ഇത് പോലീസിന്റെ ഓർഡറാ. കുടിക്കടാ. ഇങ്ങനെയാണ് കൊടുക്കുന്നേ. ഇങ്ങതാ ഏട്ടാ, കുടിക്കേട്ടാ പ്ലീസ്. നോക്കടാ, നിനക്ക് വേണ്ടി എന്തും ചെയ്യുന്ന സഹോദരിമാരെ അനാഥകളാക്കാനാണോടാ നീ പോയെ? ഏടാ, നീ അവനെ കൊന്നിട്ട് ജയിലിൽ പോയാ ഇവരിൽ ആരെങ്കിലും വിവാഹം കഴിച്ച് ജീവിക്കോടാ? നീ എവരുടെ കൂടെ ഇല്ലെങ്കിൽ ഇവർക്ക് ഭാവി ജീവിതമേ ഇല്ലെന്ന് നിനക്ക് അറിയില്ലടാ. നാടിന് കൊടുത്ത വാക്ക് മറക്കുകയാണെങ്കിൽ മറന്നോ, ഞാനും നിന്നെ മറന്നേക്കാം. എനിക്ക് ജീവൻ തന്ന എന്റെ അമ്മയുടെ മേൽ സത്യം ചെയ്ത് പറയുക, ഞാൻ ഉള്ളിടത്തോളം എന്റെ അനിയത്തിമാരെ ഒരുത്തനും കുറ്റം പറയില്ലെന്ന് ഞാൻ വാക്ക് തരുന്നു. അമ്മാവാ, ഇപ്പൊ അവിടെ നിന്ന് പോയേ. എനിക്കുണ്ടായ മുറിവിനേക്കാൾ അമ്മാവനീ പറഞ്ഞതാ ഏട്ടനെ ഇത്രയധികം വിഷമിപ്പിച്ചത്. മോര് കുടിച്ചിട്ട് പോവാ അമ്മാവാ. വേണ്ട മക്കളെ, നിങ്ങൾ വലിയ തമ്പുരാട്ടിമാരാ. നിങ്ങളുടെ ഏട്ടനെ സുരക്ഷിതമായി കൊണ്ട് വിട്ടതിന് എന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞല്ലോ. ഞാൻ പോവാ. പോവാൻ പറഞ്ഞ നിങ്ങൾ ഇറങ്ങി ഇങ്ങ് പോവോ? നിന്റെ ഭീഷണിപ്പെടുത്തിയുള്ള സ്നേഹത്തിന് ഇതിനെ തൊഴാൻ ഞാൻ 10 രൂപ കൊടുത്ത വെളിയിൽ കൂൾ ഡ്രിങ്ക്സ് കിട്ടും. ഞാൻ അവിടെ പോയി കുടിച്ചോളാം. അമ്മ നിക്ക് പറയടാ. പോടാ. പോത്തെ മുതലാളി, എന്റെ കാലിലെ നഖം വെട്ടുന്നതല്ല പ്രധാനം,
ഈ നാട്ടിൽ അവന് കിട്ടിയ പേരും പ്രശസ്തിയുമാണ് വെട്ടേണ്ടത്. ദേവിയെ എടുത്തുയർത്തിയ ഗൗതമിനെക്കാളും ഈ ഉത്സവം നടത്തിയ മുതലാളിയെയാണ് എല്ലാവരും ബഹുമാനത്തോടെ കാണുന്നത്. അങ്ങനെ വേണം. പോലീസ് ആകണമെന്ന് വിചാരിച്ച ഞാൻ കള്ളനെ പോലെ വീട്ടിലേക്ക് കയറി വന്നിരിക്കുക. എന്റെ വിധി. വല്യമ്മേ, വല്യച്ഛൻ നിന്നെ കണ്ടില്ലേ? നിങ്ങളുടെ ഭർത്താവിന് തിരുപ്പതിയെ അറിയില്ല, പിന്നെയാണോ ഈ ശ്രീശൈലത്തെ അറിയാൻ പോകുന്നത്? വലിയ അഹങ്കാരായിട്ടുണ്ട് നിനക്ക്. എന്റെ അച്ഛൻ ഗോവിന്ദരാജന്റെ മൂത്ത ജ്യേഷ്ഠനായ ശ്രീ വരദരാജന്റെ ധർമ്മപത്നി ശ്രീമതി ഗീതാകുമാരി അമ്മ എന്നെ പിടിച്ചു എന്ന് പറയായിരുന്നു. എന്നുവെച്ച് നീ ഇങ്ങനെ മതില് ചാടിയാണോ വരേണ്ടത്? വഴക്ക് വാങ്ങുന്നത് സാധാരണയല്ലേ? ഇന്നെന്താ ഉണ്ടാക്കിയേ? ഏയ് ശിവാനി, മര്യാദക്കിരുന്ന് ദോശ കഴിച്ചോ, കുസൃതി കാണിക്കരുത്. ഈ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാ വല്യമ്മേ? ഏത് ബസ്സിലാ പോയത്? വല്യമ്മ അങ്ങനെയാണോ മനസ്സിലാക്കിയേ? ഞാൻ പറഞ്ഞത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലെന്നാ. സാവിത്രി അമ്മയുടെ മകൻ ഗൗതം അനിയത്തിമാരെ കൺട്രോൾ ചെയ്യാനാ നോക്കുന്നേ. വലിയച്ഛനാണെങ്കിൽ നമ്മളെ എല്ലാരെയും ഇവിടെ കൺട്രോൾ ചെയ്തോണ്ടിരിക്കുന്നു. എങ്ങനെ ഇരിക്കുന്നു? ദേഷ്യം വരുന്നു. ഞാൻ നിനക്കെങ്ങനെ ഇരിക്കുന്നു എന്നല്ല ചോദിച്ചത്, ഞാൻ ചുട്ട ദോശ എങ്ങനെയുണ്ടെന്നാ. വന്നേ വന്നേ. അയ്യോ, ഏയ് എന്തു പറ്റി? പുലിക്കുട്ടി ജനിച്ചിരിക്കുന്നു. ആർക്ക്? പെൺപുലിക്കല്ലേ ജനിക്കൂ ചെറിയച്ചാ. നല്ല തമാശയാ പറഞ്ഞേ. നിന്നെ വെട്ടി കീറിക്കളയും ഞാൻ, നല്ല വാർത്ത പറഞ്ഞില്ലെങ്കിൽ. നല്ല വാർത്തയൊന്നുമല്ല, അതിനേക്കാൾ വലിയ സംഭവമാ. പുലിക്കുട്ടി ജനിച്ചിരിക്കുന്ന വേറെ ആർക്കുമല്ല, മുതലാളിയുടെ അനിയനാ. ശിവാനിയാണോ? പേരിന് യോജിച്ച പോലെ ആണുങ്ങളെ വട്ടം കറക്കി ശിവശിവ ശിവശിവ എന്ന അവന്മാരെ കൊണ്ട് പറയിച്ച് തൂക്കി എറിഞ്ഞില്ലേ അവള്? എന്താ മോളെ ധൃതി പിടിച്ച് കപ്പ് വാങ്ങാതെ വന്നത്? അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും താളമേളത്തോടെ നിന്നെ അനുമോദിക്കാൻ വന്നത്. ഈ കപ്പ് ഒന്ന് സ്വീകരിക്കൂ. എന്ത് കപ്പാത്? കാപ്പി കപ്പൊന്നും അല്ല, കബഡി മത്സരത്തിൽ എല്ലാ ആണുങ്ങളെയും തോൽപ്പിച്ച് നിങ്ങളെ മകൾ അടിച്ചെടുത്തതാ ഈ കപ്പ്. എന്റെ പൊന്നു, നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. താൻ വായിക്കണം, കൈ എടുക്കണം. ആദ്യം മാലയിടാനാണോ? താനിങ് വാ. ആഹാ, ആദ്യം മുതലാളിക്കിട്ടിട്ട് പിന്നെ മകൾക്കിടാനാണോ പറയുന്നത്? എന്റെ അമ്മച്ചി! അയ്യോ, എന്താ പേര്? ആദികേശവനെന്നാ. അതിന്റെ അർത്ഥം അറിയാമോ? ഇതുവരെ എനിക്കറിയില്ല. എന്ന് വെച്ചാൽ നിനക്ക് വിലയില്ലെന്നും നീ ജീവനോടെ ഉണ്ടാവില്ലെന്നും. എടാ ഭാസ്കര, മുതലാളി, ഇവന്റെ ഒരു ഫോട്ടോ എടുക്ക. എടുത്തു മുതലാളി. അതിൽ 2 അടിയിൽ ഒരു നല്ല ഫ്രെയിം ഉണ്ടാക്കി ഇവന്റെ വീട്ടിൽ കൊണ്ടുപോയി തൂക്കിയേക്ക്. ഇപ്പൊ ജീവനോടെ അല്ലേ ഉള്ളേ? നിന്റെ വിശ്വാസം തെറ്റാതിരിക്കണമെങ്കിൽ എന്റെ കൺമുന്നിൽ പെടാതിരിക്കാൻ നോക്ക. അയ്യോ മുതലാളി, അയ്യോ.
കളിക്കാൻ പോകുന്ന ഇത്ര വലിയ തെറ്റാണോ? അവൾ കളിക്കുന്ന കാര്യം എനിക്കറിയില്ല. നിനക്കറിയാവുന്നത് കൊണ്ടാ തല്ലിയത്. പ്രായപൂർത്തിയായ പെണ്ണിനെ തല്ലേണ്ടെന്ന് കരുതി വിടുകയാണ് ഗീതേ. അവളെ ആർക്ക് കൈപിടിച്ചു കൊടുക്കണമെന്ന് എനിക്കറിയാം. കളിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കാൻ പറ. വല്യച്ഛ, ഇപ്പൊ പോകാൻ പറ. എല്ലാവർക്കും മനസ്സിലാകും. വല്യമ്മേ, ബക്കറ്റിൽ അച്ചപ്പോ മുറുക്കും ഇട്ട് കോളേജിന്റെ മുന്നിൽ കൊണ്ടുപോയി വിറ്റാല് 5000 രൂപയെങ്കിലും ലാഭം കിട്ടിയേനെ. നിന്റെ ആഗ്രഹങ്ങൾക്കൊന്നും ഏട്ട സമ്മതിക്കില്ലെന്ന് നിനക്കറിയില്ലേ? പാചകം ചെയ്ത് വീട്ടിൽ തന്നെ ഇരിക്കണം, ഇതല്ലേ ചേച്ചിയുടെ ആഗ്രഹം. എന്തൊക്കെയാടി ഈ പറയുന്നേ? ആ, ഒരു ബക്കറ്റ് വെള്ളം കൂടി വെച്ചാലോന്ന് പറയാ. നമുക്ക് വേണ്ടി ഏട്ടൻ അനുഭവിച്ച കഷ്ടപ്പാടൊക്കെ കണ്ടോ നമ്മൾ വളർന്നത്? അമ്പലത്തിലെ പ്രസാദം വാങ്ങുമ്പോ എന്റെ സഹോദരിമാർക്ക് കൂടെ വേണം പൂജാരി എന്ന് പറഞ്ഞ് 2 കൈ നീട്ടി നിൽക്കാറുണ്ട്. നമുക്ക് വയ്യാതായ തളർന്നു പോകുന്നത് ഏട്ടനാ. ഇപ്പൊ ചൂടുവെള്ളത്തിന് വേണ്ടി ഇങ്ങനെ പിശുക്കാണെന്ന് വിചാരിക്കരുത്. സ്വന്തം കാല് പൊള്ളിയാലും കുഴപ്പമില്ല, തീയിൽ കൂടെ നടക്കുമെന്ന് പറഞ്ഞ ഏട്ടന് മറ്റാർക്കും കിട്ടില്ല. അത് മനസ്സിലായോണ്ടല്ലേ നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നേ. പക്ഷെ ഗ്യാസിൽ ചൂട് വെള്ളം വെക്കാൻ പോലും സമ്മതിക്കുന്നില്ല. ഇത്രയല്ലേ പറഞ്ഞുള്ളൂ എന്ന് വെച്ച് സമാധാനിക്കാൻ നോക്ക്. ക്ഷമിക്കണം ചേച്ചി, ക്ഷമിക്കണം. നമ്മുടെ കല്യാണം കഴിയുന്നതുവരെ എല്ലാം കൺട്രോൾ ചെയ്യണം. അവരൊന്നും പറയല്ലേ. അവള് പറഞ്ഞത് തെളിയിച്ച് കാണിക്കട്ടെ. ആ മോട്ടർ ഇടാൻ പാടില്ല ഏട്ടാ. കുളിക്കാനായിട്ട് മോട്ടർ ഇടാതിരുന്നാലേ ആ പൈസയും കൂടെ ലക്ഷ്മിയുടെ കല്യാണത്തിന് വേണ്ടി ഉപയോഗിക്കാലോ. മനസ്സിലായോ ചേച്ചി? വെള്ളം ചൂടായോ? കൈവയ്ക്കല്ലേ ചേച്ചി, പൊള്ളിപ്പോവും. നിന്റെ കല്യാണ തീയതി കുറിക്കുന്നത് വരെ ഉള്ളൂ ഇതൊക്കെ. എന്ത് പറഞ്ഞാലും അവസാനം ചേച്ചിയുടെ കല്യാണത്തിലെത്തും. നിങ്ങൾ കുളിച്ചിട്ട് പെട്ടെന്ന് റെഡിയാവാൻ നോക്ക്. ഞാൻ പോയി കാശിടട്ടെ. ഈ സോപ്പെങ്കിലും ഉപയോഗിച്ചോടെ ഏട്ടാ. ഏട്ടൻ പറഞ്ഞത് കൊടുക്കയിൽ കാശിടുന്ന കാര്യമാ.
ദേവസന്ധ്യാഗോപുരത്തിൽ ചാരുചന്ദനമേടയിൽ ദേവസന്ധ്യാഗോപുരത്തിൽ ചാരുചന്ദനമേടയിൽ ശാന്തമീ വേളയിൽ സൗമ്യനാ ഗായക പാടുക നീയൊരു ഗാനം പവിഴനിലാവിൻ പ്രിയഗാനം ദേവസന്ധ്യാഗോപുരത്തിൽ ചാരുചന്ദനമേടയിൽ. ജനിക്കും മുമ്പേ 7 സ്വരങ്ങളും ജാതകമെഴുതിച്ചു തന്നു. മഴതൻ നേർത്ത വിരലുകൾ മണ്ണിൽ സ്മൃതികളിൽ താളം പകർന്നു. ദാ ആ കുടുക്കയിൽ കാശിടുന്നതിന് പകരം എനിക്കൊരു ബിസിനസ് തുടങ്ങി തന്നിരുന്നെങ്കിൽ നന്നായേനെ. നിനക്ക് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹം, ചേട്ടന് നമ്മുടെ കല്യാണം നടത്തണമെന്ന് മാത്രം ആഗ്രഹം. കഥയൊക്കെ പിന്നെ പറയാം, ആദ്യം വരാൻ നോക്ക്. ദുർഗ, ബാഗിലെല്ലാം എടുത്തു വെച്ചോ? പഴയ പുസ്തകങ്ങളൊക്കെ എത്ര പ്രാവശ്യം എടുത്തു വെക്കാനാ ചേച്ചി? ചേച്ചി പഠിപ്പിക്കുന്നത് വരെയും എന്റെ പഠിത്തം നിന്നത് പോലെ തന്നെയാ. സംസാരിച്ചത് മതി, സമയമായി ഇറങ്ങാൻ നോക്ക്. വേഗം നടക്ക്. ഒരു മിനിറ്റ് ഒന്ന് നിന്നേ എല്ലാവരും. നിങ്ങൾ പുറത്തേക്ക് പോവല്ലേ? ഇടത്തെ കാലില് ദൃഷ്ടി ഇട്ട് തരാം. ഏട്ടന്റെ അനിയത്തിമാരായതുകൊണ്ട് മുഖത്ത് വെച്ചിരിക്കുന്ന പൊട്ട് പോലും ആരും നോക്കില്ല. പിന്നെയാണ് ഉള്ളംകാലിൽ വെക്കുന്ന ഈ പൊട്ട് നോക്കുന്നത്. ഏട്ടാ ഇട്ടാതിരിക്കാം. ആളുകൾ അറിയാതെ നോക്കിയാലും ദൃഷ്ടി എന്തായാലും പെടും മോളെ. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇപ്പോഴും കൊച്ചുകുട്ടികളാണെന്ന ഏട്ടന്റെ വിചാരം. ആയിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു. കുട്ടിക്കാലത്തെ കളികളൊക്കെ ഓർമ്മ വരുവാ. പക്ഷെ അത് നടക്കില്ലല്ലോ ഏട്ടാ. നിങ്ങളുടെയൊക്കെ കല്യാണം കഴിയുമ്പോൾ നിങ്ങൾ 4 പേർക്കും എന്തായാലും കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ അവരോടൊപ്പം കളിച്ചോളാം. വാ, ഇറങ്ങാം. ഒരു കാർ വാങ്ങിക്കൂടെ ഏട്ടാ? ഇപ്പൊ കാറൊക്കെ എന്തിനാടി? പിന്നെ എപ്പോഴാ വാങ്ങുന്നേ? ഞങ്ങൾ 4 പേരും കല്യാണം കഴിച്ച് പോയ ശേഷം ഏട്ടൻ തനിച്ച് കാറ് ചുറ്റാൻ പോവാണോ? നമ്മൾ മാത്രമല്ലേ അപ്പൊ ഇല്ലാതുള്ളു ചേച്ചി. ഏയ്, ചേട്ടനും ചേച്ചിയും അവരുടെ മക്കളും ഉണ്ടായിരിക്കില്ലേ? അങ്ങനെയൊന്നും പറയാതെ, ഏട്ടനത് വിഷമാവും. ഇപ്പൊ ഞങ്ങൾ എന്ത് പറഞ്ഞിട്ടാ? ഞാൻ ജീവിക്കുന്നത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയാ. എനിക്കൊന്നിൻ്റെ ആവശ്യമില്ല. ആദ്യം ലക്ഷ്മിയുടെ കല്യാണം നടത്തണം. കല്യാണം നടത്തുന്നതിൻ്റെ ചിലവിനെ പറ്റിയാണ് നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത്. ഇപ്പൊ ഏട്ടൻ എഞ്ചിൻ ഓഫ് ചെയ്യും, കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ. ഏട്ടാ, ഏട്ടൻ ഇങ്ങനെ എഞ്ചിൻ ഓഫ് ചെയ്ത് വണ്ടി ഓടിച്ചാ നടക്കാൻ പറ്റാത്ത കിഴവി പോലും നമ്മളെക്കാളും മുന്നേ പോകും. ഇന്ന് കോളേജിലെ സമയത്തിന് എത്തിയത് തന്നെ. നിങ്ങളെ ഞാൻ എന്തായാലും സമയത്തിന് കൊണ്ട് എത്തിച്ചാ പോരെ? പെട്രോളിന്റെ വില കൂടിക്കൊണ്ടിരിക്കുക, അതുകൊണ്ടാ ഇങ്ങനെ. മനസ്സിലായി ചേച്ചി. ചേച്ചിയുടെ കല്യാണം കഴിയുന്നത് വരെ ചെലവ് ചുരുക്കും. ഇറങ്ങിക്കോ.
ദുർഗ ഏട്ടാ ഒന്നും മറന്നില്ലല്ലോ? ഒന്നും മറന്നിട്ടില്ല ഏട്ടാ. ലഞ്ച് ബോക്സ്, ഹോംവർക്ക് ബുക്സ് എല്ലാം എടുത്തിട്ടുണ്ട്. ഞാൻ എന്താ മറന്നേ? നന്നായിട്ട് ഓർത്ത് നോക്ക്. അയ്യോ, അസൈൻമെന്റ് ടെസ്റ്റ് ഉണ്ടായിരുന്നോണ്ട് ഞാനത് മറന്നു ഏട്ടാ. ബൈ. ബൈ മോളെ. ദുർഗ, നീ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഉഴപ്പി നടക്കുന്നവരോടെ കൂട്ടൊന്നും കൂടാൻ പോവല്ലേ. നല്ല പഠിക്കുന്ന കുട്ടികളോട് വേണം കൂട്ടുകൂടാനായിട്ട്. മനസ്സിലായല്ലോ? ആ ശരി ഏട്ടാ. ബൈ. ബായ് ഏട്ടാ. ബൈ മോളെ. സീ യു ഏട്ടാ. സിയു മോളെ. ടാറ്റ ഏട്ടാ. ടാറ്റ. നീ പൊയ്ക്കോ. അയ്യോ, അവക്ക് കാശ് കൊടുക്കാത്തോണ്ട് നിക്കുക ഏട്ടാ. ഓ, സമയമില്ലാത്തോണ്ട് ആ കാര്യം അങ്ങ് മറന്നുപോയി. ദാ, ഞാൻ കോളേജിലേക്കാ പോകുന്നത് ഏട്ടാ. നീ പൊയ്ക്കോ. 10 രൂപയുള്ളൂ എന്ന് അവള് ചോദിക്കുന്നേ. 10 രൂപയ്ക്ക് എന്ത് കിട്ടാനെന്ന് ഒന്നും അറിയാത്തവരെ പോലെയാണല്ലോ നീ ചോദിക്കുന്നത്.